ഈരാറ്റുപേട്ടക്കാരി ഒരു അമ്മച്ചീനെ വീട്ടില് ഒരു പാസ്റ്റർ ചെന്നത്. ആ അമ്മച്ചി എന്നോട് പറഞ്ഞു, എന്റെ മോളെ ആരോടും പറയരുത്, ഒരുത്തൻ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. ഒരു കുപ്പി എണ്ണയും മേടിച്ചെടുത്തു, 1000 രൂപയും മേടിച്ചെടുത്തു. അമ്മമാര് വീട് കയറി എണ്ണ വെച്ച് പ്രാർത്ഥിക്കുക. അമ്മമാർക്കോട് പറയാൻ കൊള്ളാത്ത ഭാഷകൾ പറയാം. പിള്ളേരോട് മൂത്രം ഒഴിക്കുന്നിടത്ത് വേദനയുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. രണ്ടാമത്തും ഓഹരിയാലും ദൈവത്തെ നീ പരീക്ഷിക്കരുത്, കിളിവാതിലുകളെ തുറന്ന് നിനക്ക് തരുമെന്ന് പറഞ്ഞു. ഈ ഞങ്ങള് തെണ്ടി തിരിഞ്ഞു പോയി സാറേ. ഇത് വിട്ടപ്പിന്നെ എന്റെ വീട്ടിൽ കഞ്ഞി വെക്കുന്നത്. സ്റ്റേജിൽ കയറി പോകുമ്പോ ആയിട്ട് പിന്നെ കുറച്ച് അവന്മാര് ഇങ്ങനെ സ്റ്റേജിൽ തിരിച്ച് പെണ്ണുങ്ങളെ വയലോട്ട് നോക്കി എത്തിയത്. അവന്മാര് പ്രമുഖന്മാര്, പുരോഹിതന്മാര്, മഹാപുരോഹിതന്മാര്. 6 കല്യാണം കഴിച്ചവനാണേ, 2 കല്യാണം കഴിച്ചവനാണേ, മിനിമം 3 എങ്കിലും കെട്ടിയിട്ടുണ്ട്. അത്ര യോഗ്യത ഇവനുള്ളൂ. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു പാന്റ് എടുത്തിട്ട്, പാന്റാണ് ഇവന്റെ ക്വാളിഫിക്കേഷൻ, പാന്റ് എടുത്തിട്ട് അവൻ അപ്പോളെ പാസ് ആവുക സാറേ. എന്റെ പേര് ബീന. ഞാൻ സാറിന്റെ സ്ഥിരം ഒരു പ്രേക്ഷകനാണ്. ഞാനൊരു 10 വർഷമായിട്ട് ഇതുപോലെ ഒരു കെണിയിൽ പെട്ടുപോയ ഒരാളാണ് സാറേ. തൊടുപുഴയിലാണ് ഏറ്റവും വലിയ കള്ളന്മാരുടെ വിളയാട്ടം സാറേ. ഏറ്റവും കൂടുതലും വ്യാജ സുവിശേഷകർ ഇറങ്ങിയിട്ടുണ്ട്. തിയേറ്റർ എടുത്തിട്ട് ചാട്ടവും തുള്ളലും കൊച്ചു പെൺപിള്ളേരെ പള്ളിക്കുടുത്തി പോലും വിടാതെ കൊണ്ടു നടന്നിട്ട് അതിനകത്ത് സത്യസന്ധമായിട്ട് നിൽക്കുന്നവരെ പേര് പറഞ്ഞ് കുത്തി കളിയാക്കി പുറത്തേക്ക് പോയി കാശുണ്ടാക്കിക്കൊണ്ടുവന്ന് കാറയിൽ സൂക്ഷിക്കുന്നവന്മാരെ. എനിക്ക് ഒരു പേടിയില്ല. ഞാൻ 10 വർഷമായിട്ട് എന്റെ കുടുംബം നശിപ്പിച്ചു കളഞ്ഞു സാറേ ഈ പെന്തക്കോസ്തുകാര്. എന്റെ ഹസ്ബൻഡിന് ഒരു അസുഖം ഉണ്ടായിരുന്നു. ഞങ്ങൾ കത്തോലിക്ക വിശ്വാസികൾ, പാരമ്പര്യ കത്തോലിക്ക വിശ്വാസികളായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ വന്ന് ഒരുത്തി എന്നെ കൂട്ടിക്കൊണ്ട് പോയി. ചേച്ചി ഏത് പൈശാചിക കൂട്ടായ്മയിലാ പോയെ? എല്ലാ തൊടുപുഴയില് മൊത്തം കേരളത്തിലെ എല്ലാ പൈശാചിക കൂട്ടായ്മയിലും പോയി. എന്റെ പണം പോയി. എന്തു പറയാ, ഞാൻ ലോൺ എടുത്ത് ഉമ്മാരെ സഹായിച്ചു. എന്നിട്ട് അവസാനം എന്റെ കുടുംബം നശിപ്പിച്ചു കളഞ്ഞു. എന്നെ കൊണ്ട് അപവാദം പറഞ്ഞുണ്ടാക്കി. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് എനിക്ക് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഒരു തുണിയുടെ കച്ചവടം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് സെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ പിടിച്ചാൽ കുറെ പെൺപിള്ളേരെ കൂട്ടുകാരെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ കൊണ്ടുപോയി. അവസാനം എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ച് ഞാനിപ്പോൾ ഗൾഫിൽ പോയി. എനിക്ക് 2 പിള്ളേരുണ്ടായിരുന്നു. എന്റെ പിള്ളേരെ അപമാനിച്ച്, എന്റെ കുടുംബം അപമാനിച്ച്. ഞാൻ വ്യക്തമായിട്ട് സാറിനോട് പറയും, തൊടുപുഴയിലുള്ള ഷാജിമോൻ, അവൻ വളരെ അടുത്തുള്ളൊരു വില്ലനാണ് കേട്ടോ. അവൻ അവിടെ ഒരു തിയേറ്റർ എടുത്തിട്ട് പ്രാർത്ഥിക്കുക. രാത്രിയിലാണ് ഇവന്റെ പ്രാർത്ഥന. ഇവൻ കൊണ്ടു നടക്കുന്നത് 20 വയസ്സിന് താഴെ പ്രായമുള്ള പെൺപിള്ളേരെയാ, ഹൈന്ദവ കുടുംബത്തിലുള്ള പെൺപിള്ളേരെയാ കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് ഇവൻ കളിയാക്കല്, അപമാനിക്കല്. അപ്പൊ ഒരു ദിവസം ഞാൻ എന്റെ കൊച്ചിനെ കളിയാക്കി കഴിഞ്ഞപ്പോ ഞാൻ ഇവൻ താമസിക്കുന്ന ഇവന്റെ ഹോട്ടലിൽ ചെന്ന് ഇവനെ വിളിച്ചിറക്കിയിട്ട് അടി മേടിക്കും, നീ അങ്ങനെ എന്റെ പിള്ളേരെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു. പിന്നെ ഇവൻ എന്നെ കളിയാക്കലായി. ഇപ്പൊ ഞാൻ ഗൾഫിലായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവനവിടെ പരിപാടി നടത്തുന്നുണ്ട്. സൂപ്പറായിട്ട് അവന്റെ പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഈ വലിയ വലിയ VIP ഇറക്കും. പിന്നെ മൊത്തം തൊടുപുഴ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ മൊത്തം സ്ഥലങ്ങളിൽ പൈശാചിക കൂട്ടായ്മ സാറേ. അവന്മാർ ഓരോ കെട്ടിടത്തിലും ഒരുപാട് മാളുകൾ പണിതിട്ടുണ്ട്. ഒരുപാട് മാളുകളിൽ ഇവന്മാർ ചേക്കേറിയിരിക്കുകയാണ്. ഇതിനകത്ത് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കുടുംബത്തിൽ പറഞ്ഞവർ പറ്റിക്കഴിഞ്ഞാൽ ഇവരെന്നെ നമ്മളെ തേജോവധം ചെയ്യുക, അപമാനിക്കുക, ചീത്ത പറയുക. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇവന്റെ ഈ നാണംകെട്ട സ്ഥലത്ത് ചെന്ന് കയറി കൊടുത്തിട്ട് ഇവനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തിട്ടല്ലേ ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത്? കയറി കൊടുത്തു. തിരിച്ചു പള്ളി ക്ഷമ പറഞ്ഞ് ഞങ്ങള് തിരിച്ച് പോയി. കാത്തലിക്സ് ആയിരുന്നു, കാത്തലിക്സ് പള്ളിയിലായിരുന്നു. കാത്തലിക്സ് പള്ളിയിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 10 വർഷത്തോളം എനിക്ക് ഒരു നിലനിൽപ്പില്ലാതെ പോയി. ഞാൻ ജോലി ചെയ്യുന്ന കാശൊക്കെ പള്ളിയിൽ കൊണ്ട് ദശാംശം കൊടുക്കുക. പിന്നെ നമ്മള് ഇവർക്ക് വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൽ പ്രാർത്ഥിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തപ്പോൾ ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയാണെന്ന് ചിന്തിച്ചത്. ദൈവം ഈ കള്ളന്മാരും തമ്മിൽ എന്താ ബന്ധമിരിക്കുന്നത്? ഞങ്ങള് അങ്ങനെയാണ് കർത്താവ് വരാറായി, വിശുദ്ധന്മാര് ചേർക്കാറായി എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു പോകും. നമ്മളൊരു കുടുക്കിൽ പെട്ടുപോകും. പിന്നെ നമ്മള് തിരിച്ചു പോകാൻ പറ്റത്തില്ല. തിരിച്ചു ചെന്നാൽ കത്തോലിക്കൽ നമ്മളെ കളിയാക്കത്തില്ലേ, നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കത്തില്ലേ? അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം പിടിച്ചു നിന്ന് ഒരു നിലനിൽപ്പുമില്ലാതെ കില്ലപ്പട്ടിക്ക് പറ്റിയ അനുഭവം വന്നു കഴിയുമ്പോൾ ഒരിടത്തും പോകാതെ വീട്ടിലിരിക്കും. എന്തൊക്കെ തരം ചൂഷണമായി എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ഫാമിലിക്കകത്ത് പുറത്തുനിന്ന് ആരെയും കേട്ടിട്ടില്ല. എനിക്ക് അതുകൊണ്ട് പറ്റിയിട്ടില്ല. ആ കാര്യത്തിലൊക്കെ ഞാൻ ഇച്ചിരി ദേഷ്യമുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇവന്മാർക്ക് വശംവദയാകാതെ വന്നു കഴിഞ്ഞ് ഇവന്മാര് പറയുന്നു ഈ സ്ത്രീ മോശം. സാറ് മോശമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിവരം സാർ അറിയുന്നില്ലല്ലോ. അതല്ലേ പറ്റുന്നത്. പിന്നെ നമ്മൾ കൂട്ടുകാരും ബന്ധങ്ങളും ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് പറഞ്ഞായിരുന്നു സിസ്റ്റർ ശരിയല്ല, ഞാൻ വേണേ വീഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം.
എനിക്കിപ്പോ ഞാൻ ഒരു വർഷം കൂടി ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയൊരു പെന്തക്കോസ്ത് കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞു ഞങ്ങൾ കത്തോലിക്കലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, ഞങ്ങളും പള്ളിയിലൊക്കെ പോയി ചേർന്നു എന്ന് പറഞ്ഞു. അന്നേരം പറയാ ഇന്നാരും പറഞ്ഞ ആ സിസ്റ്ററെ കുറിച്ച് അനാവശ്യം, നമ്മളെ കുറിച്ച് നിരന്തരം ഇവര് വൃത്തികേട് പറഞ്ഞുണ്ടാക്കുക. ഇവന്മാരെ മെയിൻ പണി ഈ സാജിമം കാണിക്കുന്ന രാത്രിയിലാണ് അവന്റെ ഉപവാസ പ്രാർത്ഥന. എന്നിട്ട് എന്ത് ചെയ്യും, കാണാൻ കൊള്ളാവുന്ന ഈ ചെറുപ്പക്കാർ പെൺപിള്ളേരും കൊണ്ട് ഇവൻ നടക്കും. അത് കഴിഞ്ഞിട്ട് ഇവൻ രാത്രിയിൽ ഉപവാസ പ്രാർത്ഥനയാണ് സാർ അവന്റെ പരിപാടി. തൊടുപുഴ എല്ലാ സ്ഥലങ്ങളിലും പബ്ലിക്കിൽ ഒരുപാട് വൈശാഖി കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മക്കാർ പരസ്പരം നുണ പറയുന്നവരും ഒരൊറ്റ എണ്ണം കൊള്ളാവുന്നവരില്ല സാർ, ഒറ്റ സ്ത്രീകൾ കൊള്ളാവുന്നവർ. പിന്നെ ഈ പൂത വളക്കാൻ വേണ്ടി ഒരുത്തന്മാർ നടക്കുന്നുണ്ട്. ഈ പൂതത്തിന്റെ പരിപാടിയാണ് നിങ്ങൾ രക്ഷപ്പെടാത്തത്, പൂതത്തിന്റെ പരിപാടി രക്ഷപ്പെടാത്തത് ഇതാ ഉമ്മാരുടെ പരിപാടി. പൈസ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ പണിക്കുന്നതെന്നു ചോദിച്ചാൽ 6 പേരുണ്ട്, അതിൽ 2 പേര് അവിടെ നിൽക്കട്ടെ, ബാക്കി 4 പേര് ഇങ്ങോട്ട് ഇളകി വരാൻ പറയും. വന്നിരിക്കുന്ന എല്ലാവരും മുമ്പിലേക്ക് വെച്ചിട്ട് ഈ വരുന്ന ആളെ നടുക്കോട്ട് കയറ്റി ഇരുത്തിയിട്ട് ഉച്ചിക്കുത്തിന് പിടിച്ചിട്ട് ഇളകി വാ എന്ന് പറഞ്ഞ് നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തി ഛർദിപ്പിച്ച് ഇവൻ വിടത്തില്ല. അതായത് ഈ പിശാചുള്ളെന്ന് പറയുന്ന വ്യക്തിയെ ഉച്ചിത്തലയ്ക്ക് കുത്തിപ്പിടിച്ച് വെച്ചിട്ട് നീ ഇളകി വാ, എന്നിട്ട് ഇവനങ്ങ് പ്രോസിക്യൂട്ട് ചെയ്യും. ആരെ? ഈ വ്യക്തിനെ പ്രോസിക്യൂട്ട് ചെയ്തിട്ട് ഇളകി വാ എന്ന് പറയും. ഇവന്റെ അണ്ടറിലായി പോവുക ആരെ? ഈ വ്യക്തി. ഞാൻ തകർന്ന് ഭർത്താവിന് സുഖം, ജോലിയില്ല, ഒന്നുമില്ല. അപ്പൊ കർത്താവ് സൗഖ്യം തരും. അപ്പൊ ഇവന്മാര് തല പൊട്ടിപ്പോന്ന് മെസ്സേജ് കൊടുക്കുക, നിന്റെ മകള് നാളെ അമേരിക്ക ചെല്ലും. കേൾക്കുമ്പോ എല്ലാരും ചാടും തോളും, നമ്മളും കിടന്ന് ചാടും തോളും. എങ്ങനെയാലും കൊച്ചു പച്ച പിടിച്ച് അമേരിക്ക ചെല്ലും, നമ്മൾ രക്ഷപ്പെടും. പിന്നെ ആ വിശ്വാസത്തിലേക്ക് നമ്മളങ്ങ് പോവുക. നമ്മുടെ കമ്മൽ വർദ്ധിക്കുക, മാല വർദ്ധിക്കുക, അതെല്ലാം പിശാചാന്ന് പറയും. ഇവന്മാര് ലോക സൂയന്മാര്. ഇവന്മാര് പെണ്ണുങ്ങളെ അധപതിപ്പിക്കുക എന്നുള്ളതാണ് ഈ പാസ്റ്റർമാരുടെ ലക്ഷ്യം. എന്റെ തെറ്റെന്ന് പറഞ്ഞത് ഇത് ലോകം അറിയണം. ഒരു കുടുംബത്തിൽ പിറന്ന മനുഷ്യനും ഈ പന്നന്മാരെ പുറകെ പോകരുത്. കാരണം എന്നാന്നറിയാവോ, കുടുംബത്ത് ഇപ്പം നമ്മളെ ഇവന്മാർ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഈ വേറെ പള്ളി വേറെ, ഇവന്മാർ പോകും. ഇപ്പൊ ഞാൻ വിദേശത്ത് പോകുന്നു, പല തെണ്ടികളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിദേശത്ത് പോയി, വേറൊരു ആവശ്യത്തിന് പോയി, ഞാൻ ജോലി ചെയ്തു, കാശും മേടിച്ച് ഞാൻ തിരിച്ചു വന്നു. പക്ഷേ ഇവന്മാർ പറയുന്നതൊന്നും നടക്കത്തില്ല. ഇവന്മാർ നമ്മളെ ആദ്യം വെളുത്തുള്ളവരെ, നല്ല കുടുംബത്തിൽ പിറന്നവർക്കൊക്കെ നല്ല ദൂതങ്ങ് ഓടും. എന്നിട്ട് ഇവന്മാര് മുമ്പിൽ കയറിയിരിക്കും. പെണ്ണുങ്ങളെ വായിലോട്ട് നോക്കി പാസ്റ്റർമാര് മുമ്പിലിരുന്നിട്ട് ഈ കുടുംബത്തിൽ പിറന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇവൻ തലപ്പത്ത് നിർത്തി അവർക്ക് അവസരം കൊടുക്കും. അല്ലാതെ തീരെ പാവപ്പെട്ടവരെ ഇവ കൈയടിക്കാൻ മാത്രം നിർത്തുക. പിന്നെ ഇവന്മാരുണ്ടല്ലോ പട്ടാളച്ചിട്ട് അനങ്ങരുത്. പിന്നെ ഇവൻ വീട്ടിൽ കയറി മേയും. അങ്ങനെയാന്ന് വെച്ചാൽ ഇവൻ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ട. എന്നോട് ഒരുത്തം പറഞ്ഞ സിസ്റ്റർ എന്തിനാ മോളെ MBBS പഠിപ്പിക്കുന്നത്, നേഴ്സാക്കിയാ പോരെന്ന് എന്നോട് ഒരുത്തം ചോദിക്കുക. ഇവൻ നമ്മുടെ കുടുംബം തകർത്ത് കളയും സാറേ. എല്ലാത്തരം അപവാദം പറയും, അപഖ്യാതി പറയും, പിള്ളേരോടൊക്കെ വൃത്തിയോട് പറയും. ഇവന്മാര് വൃത്തിയോട് പറയുമെന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വൃത്തിയോട്. എന്റെ പിള്ളേരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്റെ പിള്ളേരെ കുറിച്ച് ഷാജിമ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവൻ 2 പെൺപിള്ളേരെ കൊണ്ട് നടക്കും. 2 പെൺപിള്ളേരെ ഇവൻ ഇങ്ങനെ കൊണ്ടു നടക്കുക പള്ളി പാട്ട് പാടാനായിട്ട്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് അന്ന് ഞാൻ വർക്കും കഴിഞ്ഞ് ഞാനും പിള്ളേരും ഇവന്റെ പ്രാർത്ഥനയ്ക്ക് പോകും. വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരോട് പറഞ്ഞു പാട്ടൊന്ന് ഒരു ദിവസം മോള് പാട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൊച്ചു കയറി ഒരു പാട്ട് പാടിയപ്പോഴത്തേനും മറ്റേ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല. മറ്റേ പെണ്ണിന് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവളെ കളിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും എന്റെ മോള് പറഞ്ഞു അമ്മച്ചി നമുക്കിനി ആ പള്ളി പോകണ്ട, ആ പെണ്ണ് കളിയാ. പറഞ്ഞു പിള്ളേരല്ലേ സാരമില്ല അങ്ങോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണിനെ കാണുമ്പോൾ എന്റെ മോള് മിണ്ടില്ല, ആ പെണ്ണ് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു. മിണ്ടാതിരുന്നിരുന്ന് എന്തോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വിദേശത്ത് നിന്ന് ശകലം ക്യാഷ് എൻ്റെ ഒരു അനിയത്തി അയച്ചു. അപ്പൊ അനിയത്തി അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും അത് ഞാൻ ഈ പാസ്റ്ററോട് പറഞ്ഞു എനിക്ക് എൻ്റെ അനിയത്തി ഇച്ചിരി പൈസ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞപ്പോ ഇങ്ങനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിനും ദശാംശം കൊടുക്കാത്തതിന് ഇവൻ എന്നോട് പിണങ്ങി. എൻ്റെ അനിയത്തി എനിക്ക് അയച്ചു തന്ന കാശിന്റെ ദശാംശം ആന്റിക്ക് ഇപ്പം പിന്നെ അങ്ങ് അകലെ നിന്നൊക്കെ കാശ് തരുന്നില്ലേ, അത് എൻ്റെ അനിയത്തി എനിക്ക് അയച്ചതല്ലേ. എന്നിട്ട് ഞാൻ ഒരു 5000 രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് പോരാ, 50,000 രൂപയല്ലേ വന്നുള്ളൂ, 10,000 രൂപ എനിക്ക് ദശാംശം തരണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ അത് വൈരാഗ്യം വെച്ചോണ്ട് അന്ന് ഈവനിങ് ഞങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോ എൻ്റെ മോൾക്ക് അന്ന് 16 വയസ്സ് പ്രായമുള്ളൂ, മൂത്ത മോക്ക്. അവള് ഒരു പാന്റ് ഷർട്ട് ഇട്ടുകൊണ്ട് പിന്നെ ഞാൻ അവളെ നിർബന്ധിച്ച് വാടി തന്നെ സന്ധ്യയ്ക്ക് അല്ലേ നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട് പോകാം എന്ന് പറഞ്ഞപ്പോ നിർബന്ധിച്ച് അവളെ വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് പോയതാ. അവളെ ആ പാന്റ് ഷർട്ട് ഇട്ടുകൊണ്ട് എൻ്റെ കൂടെ വന്നു. ഈ 16 വയസ്സുള്ള വെച്ച്. എന്നിട്ട് ഈ കൊച്ചു വന്ന് ഫ്രണ്ടിൽ കയറിയിരുന്നു. ഇവന്റെ മെസ്സേജ് അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവൻ കൊച്ചിനിട്ട് അങ്ങ് പണി തുടങ്ങി. കൊച്ച് ഇതുപോലെ പാന്റ് ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് റോട്ടിൽ നടന്നാല് വഴിയിലിരിക്കുന്ന അപ്പൂപ്പന്മാരൊക്കെ നോക്കൂന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് ഇവൻ കൊണ്ടു നടക്കുന്ന പെങ്കൊച്ചു പറഞ്ഞാല് പെങ്കൊച്ചിനെ കണ്ട ചെറുപ്പക്കാരൻ നോക്കൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കൊച്ചിരുന്ന് കരഞ്ഞു. കൊച്ചു കരഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങ് പോയി. ഇപ്പൊ പുറകെ ഞാനും ഇറങ്ങിപ്പോന്നു. ഞാൻ ചോദിച്ചു എന്തോ മനെ കരയുന്ന? അയാൾ അങ്ങനെ അവന് വിവരമില്ലാണ്ടല്ലേ പോട്ടെ, അമ്മച്ചിയോട് പറഞ്ഞിട്ടില്ലേ ഇത് കൂട്ട് വൃത്തിയേട്ടന്മാരെ കേൾക്കാൻ വരരുത്, ഞാൻ വീട്ടിൽ ചെന്ന് ഡാഡിയോട് പറയും എന്നും പറഞ്ഞ് മോൾ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞ് വീട്ടിൽ വന്നും കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ദേവി ഇത് ഡാഡിയോട് നീ ഇത് പറയരുത്, നീ എന്തിനാ അമ്മമാരുടെ കൂടെ പോയെന്ന് ചോദിച്ചു വഴക്ക് പറയൂന്ന് പറഞ്ഞ് നേരം വെളുത്തപ്പം ഞാൻ ചെന്നു. എനിക്ക് ദേഷ്യമായി. രാവിലെ എന്ന് വെച്ചാൽ നിങ്ങളൊരു പാസ്റ്ററല്ലേ, നിങ്ങൾക്കത് പറയാൻ കൊള്ളാവോ? പെൺപിള്ളേരുടെ ശരീരം വഴി പോകുന്ന അപ്പൂപ്പന്മാർ നോക്കുന്നു പറയാൻ കൊള്ളാവോ എന്ന് ചോദിച്ച് ഇവനെ ഫോണിൽ വിളിച്ചിട്ട് ഇവന്റെ 2 നമ്പറിലും വിളിച്ചിട്ട് ഇവൻ കിട്ടുന്നില്ല. കിട്ടാതിരുന്നപ്പോൾ ഇവൻ ഒരു വിശ്വാസിയുടെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ടാക്സി വിളിച്ച് ഇവന്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആന്റി ദേവി ഇത് കേസ് കൊടുക്കരുത്, എനിക്കൊരു അബദ്ധം, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനെ ഉപദേശിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു സാറേ. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൻ വൈകിട്ട് പ്രസംഗിക്കുക, ഞാൻ എന്നേലും പറഞ്ഞ വിശ്വാസികൾ എന്നെ അങ്ങ് തല്ലുവോ തൊടുപുഴ എന്നെ അവളുടെയൊക്കെ അമ്മയുടെ നായരുടെ കേന്ദ്രമാണോ, പിന്നെ എന്നിട്ട് ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ അത് കാര്യമാക്കി എന്ന് പറഞ്ഞ് ഇവൻ പ്രസംഗിച്ചു. അത് കേട്ട ഒരാൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ബിരിചേച്ചിനെ കളിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് എൻ്റെ മോള് പറഞ്ഞു ഇനി ഞാൻ ഈ പരിപാടിക്കേ ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ ചെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടവപ്പള്ളി ഞങ്ങളുടെ മാതൃസഭയിൽ പോയി ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം ഇതെല്ലാം പറയും. ഞാൻ ഈ നാട്ടിലെ ഗൾഫിലായിരുന്നപ്പോഴും സാറിന്റെ ഈ വീഡിയോകൾ കാണുന്നല്ലേ, ഞാൻ ഇത് പറയാൻ എനിക്കൊരു ഒറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് കുടുംബത്തിൽ പിറന്ന ആരും, തൊടുപുഴയാണ് ഇതിന്റെ എല്ലാം കേന്ദ്രം സാറേ, സകല തൊട്ടിപ്പിന്റെയും കേന്ദ്രം തൊടുപുഴയാണ്. ഞാൻ കാണിച്ചു തൊടുപുഴ മാത്രമല്ല എല്ലാ ലിമിറ്റഡ് ബസ് സ്റ്റോപ്പിലും ഈ ആഭാസന്മാരുടെ പൈശാചിക കൂടാരങ്ങളുണ്ട്. തൊടുപുഴയിലെ മാത്രം അവസ്ഥയല്ല ഇത്. ഇല്ല, ഇവന്മാര് വീട് കയറി എണ്ണ വെച്ച് പ്രാർത്ഥിക്കുക, അമ്മവങ്ങന്മാർക്ക് പറയാൻ കൊള്ളാത്ത ഭാഷകൾ പറയാം, പിള്ളേരോട് മൂത്രം ഒഴിക്കുന്നിടത്ത് വേദനയുണ്ടോ പ്രാർത്ഥിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാ സാറേ. പിന്നെ ഇവന്മാർ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് സ്ത്രീകളും ഉണ്ട്. ഇവന്മാര് ആളെ ഇറക്കും, വമ്പന്മാരെ ഇറക്കിയിട്ട് പരിപാടി നടത്തുക. ഭയങ്കര പൈശാചികത എന്ന് പറഞ്ഞ ആന്റി ക്രൈസ്റ്റ് ശരിക്ക് വിളയാടുക സാറേ ഇതിനകത്ത്. ഞാനിപ്പോ ഇത് എനിക്ക് വേണ്ടിയല്ല പറയുന്നത്, ഞാൻ ഈ തൊടുപുഴയുള്ള ഈ കള്ളന്മാർക്ക് വേണ്ടിയിട്ട് ഞാനിത് പറയുക. നമ്മുടെ ഫാമിലി പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, എന്നോട് ചോദിച്ചപ്പോൾ അത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ എങ്ങനെയാ? ഇപ്പം പ്രായമൊക്കെ ആയി, പിള്ളേരൊക്കെ വലുതായിട്ട്, പക്ഷെ നല്ല പ്രായത്തിലാണ്. ഒരു 10 വർഷം മുമ്പാണ് ഞാൻ ഇതിനകത്ത് ഇറങ്ങുന്നത്. എന്നിട്ട് ഇവന്മാർ തന്നെ നമ്മളെ കുറിച്ച് വൃത്തികേട് പറയും. നമ്മളെ ഇരുത്തി പൊറപ്പിക്കത്തില്ല. സിസ്റ്ററെ വരുമോ? നമ്മളാണ് വീടിന്റെ നെടുന്തൂണ്. നമ്മളൊരു ജോലിക്ക് പോയില്ലേ നമ്മുടെ മക്കൾക്ക് അന്ന് ഫീസില്ല, അതുകൊണ്ട് നമ്മൾ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കും. നമ്മൾ ഇന്ന് വരുമോ? ഇന്ന് വലിയൊരു ദേവദാസം വരുന്നുണ്ട്, നല്ല ദൂതുണ്ട്, സിസ്റ്റർ വരുമോ എന്ന് ചോദിക്കും. നമ്മൾ വന്നിട്ട് പിള്ളേരെയും ചേട്ടൊക്കെ ഏറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിന്റെ ട്യൂഷനും കളഞ്ഞ് കെട്ടിയോനോട് ഒന്ന് പോകാൻ മനുഷ്യ, ഇന്നാ നമുക്ക് സൗഖ്യം കിട്ടുന്നതെങ്കിലോ ഒന്ന് വാ എന്ന് പറഞ്ഞ് നമ്മൾ വാരിക്കെട്ടി നടക്കും സാറേ. 10 വർഷം എന്റെ ജീവിതത്തിൽ പോയി. 10 വർഷം ചൊവ്വേന്നേരം ഒരു തുണി കൊടുക്കാൻ ഉമ്മാർ സമ്മതിക്കത്തില്ല, നമുക്കൊരു ആഭരണം ധരിക്കാൻ ഉമ്മാർ സമ്മതിക്കുക. അത് ലോകമെന്ന് പറയുന്നത്, പിശാചാന്ന് പറയും. ഇവന്മാര് പള്ളി പഠിപ്പിക്കുന്നത് സ്ത്രീ തലേ തുണിയിട്ട് മിണ്ടാതിരുന്നോണെന്ന് പറഞ്ഞത്. തലയിൽ എന്തോ വെച്ചേക്കണ പോലെയാ, തലയിൽ തുണിയിട്ട് സ്ത്രീ അനങ്ങാതിരുന്നോണം, ഇതാ ഉമ്മാര് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ദശാംശം ഓഹരിയാലും ദൈവത്തെ നീ പരീക്ഷിക്കരുത്, കിളിവാതിലുകളെ തുറന്ന് നിനക്ക് തരുമെന്ന് പറഞ്ഞു. ഈ ഞങ്ങൾ തെണ്ടി തിരിഞ്ഞു പോയി സാറേ. ഇത് വിട്ടപ്പിന്നെ എന്റെ വീട്ടിൽ കഞ്ഞി വെക്കുന്നത്. ഞായറാഴ്ച ആയെങ്കിൽ ടാക്സി പിടിച്ച് പൊക്കോണ്ടിരിക്കണം. ഇവന്മാര് പറയുന്ന ചെയ്തു കൊടുക്കണം സഭയ്ക്ക് വേണ്ടി. കൊടുത്ത് നമ്മുടെ വിചാരം എന്നാ, അങ്ങ് ദൈവത്തിനല്ലേ കൊടുക്കുന്നത്, ദൈവം നാളെ നമ്മളെ അനുഗ്രഹിക്കും. പക്ഷെ കുത്തുപാളി ഒരുപ്പിക്കും സാറേ, കുത്തുപാളി പോരാഞ്ഞിട്ട് ഇവന്മാർ അനാവശ്യം പറഞ്ഞുണ്ടാക്കും. ഇവന്മാര് ഏണി വെച്ച് പറഞ്ഞുണ്ടാക്കുക. അവിടെ താമസിക്കുന്നുണ്ട്, ആ പിള്ളേരെയും കൊണ്ട് താമസിക്കുന്ന അവനും അവളും ഉണ്ടല്ലോ, ആ പെണ്ണുമ്പള ഭയങ്കരയാ. അവളോട് മിണ്ടാൻ കൊള്ളത്തില്ല. അവള് മോശപരിപാടി, നമ്മളൊന്നും മോശപരിപാടി ചെയ്ത് ജീവിച്ചിട്ടില്ല. നമുക്കറിയാം, ദൈവത്തിനറിയാം. പക്ഷെ ഞാൻ ഇതിൽ പോയതിലിരുന്ന് എനിക്ക് അങ്ങനെ ഒരു പേര് വന്നു. അതിലാണ് എനിക്ക് ഭയങ്കര വൈരാഗ്യം ഉണ്ടായത് സാറേ. നമ്മളറിയുന്നില്ല നമ്മളെ കൊണ്ട് ഇവന്മാര് പറഞ്ഞോണ്ട് നടക്കുന്നത്. എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു സാറേ, ഈ പെന്തക്കോസ് സ്ത്രീകളുടെ നുണയെന്ന് പറഞ്ഞ നുണയ്ക്ക് IPS എടുത്ത ഇവളുമാര് സത്യം. ഇവളുമാർ താമസിക്കുന്ന ഏരിയയിൽ പോലും നിൽക്കാൻ പാടില്ല. ഇവളുമാര് നുണച്ചികളാ, മൊത്തം നുണച്ചികളാ. അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറയാൻ ഇവളുമാര് നടക്കുന്നത്. പിന്നെ പാസ്റ്റർമാരെന്ന് പറഞ്ഞ ഒറ്റ എണ്ണം ഗുണമില്ല, ഒരുത്താൻ പോലും നല്ലവനില്ല സാറേ. ഒന്നെങ്കിൽ അവൻ പെണ്ണു വിഷയത്തിൽ വീക്ക്നെസ്, അല്ലെങ്കിൽ അവൻ കാശിന്റെ കാര്യത്തിൽ. പിന്നെ ഇവന്മാർക്ക് മൂന്നാമതൊരു പണിയുണ്ട്, ഇവന്മാർക്ക് പ്രാർത്ഥിച്ച് ആളെ കൊല്ലുന്ന പരിപാടി. ഞാനിപ്പോ ഇത് പറയാൻ കാര്യം, ഗൾഫിലേക്ക് പോയപ്പം ഒരുത്തൻ എന്നെ വിളിച്ചു ചോദിച്ചു, സിസ്റ്റർ എന്നാ ഉണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു സുഖം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വരുമ്പോ ഒന്ന് കാണണോന്ന് പറഞ്ഞു. വേറൊരു പുള്ളിക്കാരിയെ വിളിച്ചു ചോദിക്കാൻ ഞാൻ വന്നോന്ന്, അവന് കാശ് കൊടുക്കാൻ. എന്നിട്ട് എനിക്കൊരു അല്പം BP യുടെ പ്രോബ്ലം ഉണ്ടായപ്പോ മറ്റേ പുള്ളിക്കാരി എന്നെ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ
അവന് കൊണ്ട് കാശ് കൊടുക്കുക, ഇല്ലെങ്കിൽ തട്ടിപ്പോകുന്നു എന്നെ വിളിച്ചു പറയുക. ഞാൻ ഒരു കാര്യം സാറിനോട് പറയാം, തൊടുപുഴയിൽ ഭയങ്കര വേലത്തരമാണ് ഇവന്മാര്. ദൈവത്തെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ സിറ്റി കിടന്ന് ദൈവത്തെ അവഹേളിക്കുക. സിറ്റിയിലെ ടൗണിലൊക്കെ നടക്കുന്ന സത്യം പറഞ്ഞോണ്ടല്ലോ ബസ്സുകാരെല്ലാം ചിരിക്കുക. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ടൗണിൽ കിടന്നു ഒരു പാർട്ടികൾ 10-20 വർഷമായി അവിടെ കിടന്ന് കരയുന്നു, ആരും ഇത് കേട്ട് ചെല്ലുന്നില്ല. ഇവരുടെ അണ്ടറിൽ വെക്കുക, ഒരാളെ പിടിച്ചാൽ അവരുടെ കമ്മലും മാലയും പറപ്പിച്ച് അവരുടെ അണ്ടറിലാക്കി കളയുക. അവൻ അനങ്ങണമെങ്കിൽ പാസ്റ്ററോട് ചോദിക്കണം. മാലയും കമ്മലും എല്ലാം ഊരി കളയിപ്പിച്ച് ഈ പെണ്ണുങ്ങളെ ഒരു പരസ്യ പോലെ ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അങ്ങനെ ഇവളുടെ കയ്യിലെ വരുമാനവും ഇവളുടെ ദശാംശം എല്ലാം പിടിച്ചു മേടിച്ചെടുത്തു കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഇപ്പം പ്രസംഗിക്കാൻ തുടങ്ങും, തിരിച്ച് കുത്തി പ്രസംഗിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ നാണം കെട്ടു പോകുന്ന തരത്തിൽ നമ്മൾ ദൈവത്തെ ഇന്നലെ നാളെ ദൈവത്തെ ഭയപ്പെട്ടല്ലേ ജീവിക്കുന്നത്. നമ്മൾ ആലോചിക്കൂലേ? പക്ഷെ അതൊക്കെ ആലോചിച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഇതിന്റെ പെട്ടുപോയിരിക്കും സാർ. നമ്മളിതിന്റെ ഈ കുരുക്കിൽ പെട്ടുപോയിരിക്കും. അപ്പത്തേനും നമ്മുടെ മാനവും പോകും, നമ്മുടെ പണവും പോകും, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും പോകും, നമ്മളൊരു ഒരു മോശക്കാരിയായി മാറിയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് തൊടുപുഴ ടൗൺ മുഴുവനും, ടൗൺ എന്ന് പറഞ്ഞ ഒരു വലിയ ടൗണാ, ടൗൺ മുഴുവനും ഊണുപോലെ സഭകളാ, ഊണുപോലെ എല്ലാവരും 10, 2, 3, 5, 6 പേര് മതി. പാസ്റ്റർ എന്ന് പറയുന്നവന്മാര് 3-4 കല്യാണം, മാക്സിമം 3-4 കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ഇവന്മാരൊന്നും പണിക്ക് പോകത്തില്ല. പിന്നെ ഒരു പാസ്റ്റർ ടൗണിലുണ്ട്, അവന് ഒരുത്തിയെ 2 പെൺമക്കളെയും കൂടെ എടുത്ത് സപ്പോർട്ടായിട്ട് ഇരുത്തി അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ടൗണിൽ കിടന്ന ഒരു പാർട്ടികൾ പ്രാർത്ഥിക്കുന്നുണ്ട്, റാഫ. അവര് ഈ പറഞ്ഞ പോലെ ആ സ്ത്രീ ഭയങ്കര നുണച്ചിയ, എന്നെ കൊണ്ടൊക്കെ ഒരുപാട് നുണ. ആരെങ്കിലും എന്തെങ്കിലും സുഭിക്ഷമായിട്ട് അവരൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ തിയേറ്റർ എടുത്തുകൊണ്ട് നടക്കുന്ന ഷാജിമോനാണ്. അവന് ഒരുപാട് സ്ഥലം, അവന്റെ കൂടെ ഉള്ളവരൊക്കെ അല്പം ഗുണ്ടകളും ഒക്കെയാണ്. അവൻ രാത്രി കാലങ്ങളിലെ പ്രാർത്ഥന, 21 ദിവസത്തെ പ്രാർത്ഥന അങ്ങ് പ്രഖ്യാപിക്കുക. ഈ പ്രാർത്ഥന കഴിഞ്ഞ ആൾക്കാരങ്ങ് പോകല്ലേ. പിന്നെ ഇവന്റെ ചിങ്കടികളല്ലേ അതിന്റെ അകത്ത് കിടക്കുന്നത്, നമ്മൾ കിടക്കുന്നിടത്തേക്ക് പോകുന്നില്ലല്ലോ. ഈ പ്രാർത്ഥന ലക്ഷ്യമാക്കി ചെല്ലുന്ന പാവങ്ങളാണ് പറ്റിക്കപ്പെടുന്നത്. അതിന്റെ പിന്നിൽ നടക്കുന്ന വ്യവഹാരം എന്താണെന്നാണ് അറിയത്തില്ലാത്തത്. അതൊക്കെ നമ്മൾ അറിഞ്ഞും തിരിഞ്ഞും വന്ന് ആദ്യ കാലങ്ങളിലൊക്കെ ദൈവത്തെ നോക്കിയാൽ മതി, മനുഷ്യനെ നോക്കണ്ട. ദൈവം നമ്മളോട് ഉണ്ടല്ലോ. നമ്മൾ ഈ സാധുക്കൾ കൈയടിക്കുമ്പോൾ ദൈവം ഒരു അനുഗ്രഹം കൊടുക്കും ഏതെങ്കിലും തരത്തിൽ, ഇവന്മാരിലൂടെ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം പോലെ മനസ്സിൽ തോന്നും. അപ്പൊ ഈ ദൈവത്തെ ലക്ഷ്യമാക്കി അങ്ങ് പോകും. പിന്നെ അതിന്റെ പിന്നിൽ നടക്കുന്ന വ്യവഹാരങ്ങളൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേനും നമ്മൾ വർഷങ്ങൾ പിടിക്കും. അത്ര അന്ധമായി പോയി, തലയിൽ എന്തോ ഒരു അന്ധത നമ്മളെ അങ്ങ് വ്യാപരിച്ചിരിക്കും. ഈരാറ്റുപേട്ടക്കാരി ഒരു അമ്മച്ചീനെ വീട്ടില്, പിന്നെ റാന്നിക്കാരൻ ഒരു പാസ്റ്റർ എന്നത്, അത് എന്നോട് ഒരു അമ്മച്ചി പറഞ്ഞ, എന്നെ ഇവിടെ എടുത്തൊരു, അതൊരു ഹൈന്ദവ സഹോദരിയാ. ആ അമ്മച്ചി എന്നോട് പറഞ്ഞു, എന്റെ മോളെ ആരോടും പറയരുത്, ഒരുത്തൻ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, മകന്റെ കൂടി നിൽക്കാൻ പ്രാർത്ഥിച്ചു. ആദ്യം എന്റെ മരുമോൾ റൂമിലേക്ക് കയറിപ്പോയി, കുറെ കഴിഞ്ഞ് ഇറങ്ങി വന്നത്. അത് കഴിഞ്ഞും മകൻ അത് കഴിഞ്ഞ് എന്നെ ചെയ്തു, അമ്മച്ചിനെ എന്നെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. ഒരു കുപ്പി എണ്ണയും മേടിച്ചെടുത്തു, 1000 രൂപയും മേടിച്ചെടുത്തു. അപ്പം മകൻ +2 പഠിക്കുന്ന മകൻ ചോദിച്ചു, കുറെ നേരം ആയല്ലോ അതിനകത്ത് പ്രാർത്ഥന തുടങ്ങിയിട്ട് ചോദിച്ചപ്പോ ഇവൻ എന്നെ വിട്ടു. ഇല്ലായിരുന്നെങ്കിൽ എന്നെ വിടില്ലായിരുന്നു മോനെ, എന്റെ മനസ്സിന് ഭയങ്കര വേദനയായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞെന്ന ഒരു പണി ചെയ്യ്, എന്റെ ഹസ്ബൻഡിന്റെ കൈ കൊടുത്ത് ആ നമ്പറെല്ലാം ഒന്ന് വിളിക്കാം. ഇത് കേട്ടിട്ട് എനിക്ക് വിഷമായി. 75 വയസ്സുള്ള അമ്മച്ചീനെയാണല്ലോ ഇവൻ ചെയ്തത്. മകൻ അന്ന് +2 പഠിക്കുന്ന, ഇത് പറഞ്ഞിട്ട് 2 വർഷം 3 ഇപ്പൊ ഒരു 75 വയസ്സോ 76 വയസ്സുള്ള ഒരു അമ്മച്ചീനെ അവൻ ചെയ്തു കളഞ്ഞു. അമ്മച്ചി എന്നെ ആരോടും പറയണമെന്ന് പറഞ്ഞതാ. പക്ഷെ എന്നിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് വിളിക്കും മനുഷ്യനെ, വിളിച്ചിട്ട് ഇവനെ നമുക്ക് 2 എണ്ണം പറയാന്ന്. അതിന് റാന്നിക്കാരന് ഒരു പാസ്റ്ററാ, ജെറിനെന്തങ്ങാണ്ട് അവന്റെ പേര്. അവൻ എന്നിട്ട് അതിലെല്ലാം നടന്ന പരിപാടി. ഇവൻ എന്നെ സംഘം കൂടിയിട്ട് ഇന്ന് ഒരിടത്ത് പ്രാർത്ഥിക്കും. എന്നിട്ട് ഇവന്മാരെല്ലാം കൂടെ പ്രാർത്ഥിച്ച് വെച്ച് ഇതിൽ ഒരാൾ എഴുന്നേറ്റിട്ട് അങ്ങ് നുണയുണ്ടാക്കിയിട്ട് അതൊരു 3 ഗ്രൂപ്പായിട്ട് മാറും. പിന്നെ ആ പ്രാർത്ഥന 3 സ്ഥലത്തായി വ്യാപരിക്കുകയും. പക്ഷെ ഞാൻ വളരെ ചെറുപ്പം മുതല് ഞാൻ എന്റെ കുടുംബത്തെ സ്നേഹിച്ച ആളായതുകൊണ്ട് എന്റെ കുടുംബത്തിനകത്ത് ഞാൻ ആരെയും അലൗഡ് ചെയ്തില്ല. എന്റെ മക്കളെ ഞാൻ കക്ഷത്തിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു അമ്മയായിരുന്നു. എനിക്ക് 2 മക്കളും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്റെ മാനം പോയില്ല. പക്ഷെ മാനം പൊന്മാര് പറഞ്ഞു കളഞ്ഞു. അതെന്റെ മക്കൾക്ക് അത് വരാതിരിക്കാൻ എന്റെ മോള് ഡിഗ്രി ആയപ്പോഴത്തേനും എന്റെ മോള് തന്നെ മാറി. 2 മക്കളോട് ചേർന്നുണ്ട് അച്ഛനോട് ചെന്ന് ക്ഷമയും പറഞ്ഞ് എടവപ്പള്ളി പോയി അന്തസ്സായിട്ട് കുർബാന സ്വീകരിച്ച് ജീവിക്കുക. അപ്പൊ പുറത്തു നിന്ന് തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ കൊള്ള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. തൊടുപുഴ പട്ടണത്തിൽ മൊത്തം ആവാസന്മാരും ആവേശമൊക്കെ ചേരി എല്ലാ ഞായറാഴ്ചകളും നടത്തുക ഇവന്മാര്. ഇതിനകത്ത് പൂത ഉറക്കുന്നവരും ഉണ്ട്. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ആളാന്ന ഇവന്മാരുടെ വിചാരം.
ഇവൻ പറഞ്ഞു എന്റെ മോളെ പബ്ലിക്കിൽ കളിയാക്കിയിട്ട് ഒരു പാന്റ് ഇട്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് കളിയാക്കിയിട്ട് അവൻ വീണ്ടും അവൻ പല കൂട്ടായ്മകളിലും വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരു കൊച്ചിനോട് ഒരു തമാശ പറഞ്ഞിട്ട് ആ സഹോദരി എന്നെ അടിക്കാൻ വന്നത്. അതാണോ സാറേ? അവന്റെ തെറ്റ് അവൻ അംഗീകരിച്ചില്ല. പള്ളിക്കുടുത്തി വിടാതെ പിള്ളേരെ കൊണ്ടു നടക്കുക ഇവന് 3 പെൺപിള്ളേര് 4 പെൺപിള്ളേരുള്ളവനാ. എന്നിട്ട് ഇവൻ ഒരു പണിക്കും പോകാതെ ഇവൻ കാറ് മേടിക്കുക, ഒരു പണിക്കും പോകാതെ ഇവൻ 20,000 രൂപയുടെ ഡ്രസ്സ് ഇടുക, ഒരു പണിക്കും പോകാതെ ഇവന്റെ കൂടെ നിൽക്കുന്ന ചിങ്കിടികള് ഇവന്റെ വരുമാനം പറ്റി തിന്നാൻ വേണ്ടി നടക്കുന്നവന്മാരാ. ഇവന്റെ സ്റ്റേജിൽ നിന്ന് പാടുന്ന പെണ്ണുങ്ങള് ഇവൻ പറ്റി തിന്നാൻ വേണ്ടി നടക്കുന്ന ഈ പാസ്റ്റലിസം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം എന്റെ പൊന്നു സാറേ, ഇത് ഭയങ്കര ശുദ്ധ ഊടായിപ്പാ. നമ്മുടെ വീട്ടിലോ നമ്മുടെ വീടിന്റെ അയൽവക്കത്തോ നമ്മുടെ കുടുംബത്തിലോ നമുക്ക് പറ്റിപ്പോയ നമ്മുടെ സ്വന്തക്കാർ വരെ ഇപ്പൊ എന്റെ കുടുംബത്തിൽ പറഞ്ഞു നീ എന്തിനാ പോയെന്നല്ലേ ചോദിക്കും, നീ എന്തിനാ ഈ വൃത്തികെട്ടവന്മാരും കൂടെ പോയെന്നല്ലേ ചോദിക്കും. ഇവന്മാരേതായാലും നമ്മളെ പരിപാടി കയറി പിടിക്കത്തോ നമ്മളെ പിടിച്ചോണ്ട് വലിച്ചോണ്ട് പോകത്തുമില്ല. നമ്മൾ ചെന്ന് ഇതിനകത്ത് പെട്ടുപോയി അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ആയി പോയി കഴിയുമ്പോഴല്ലേ നമുക്ക് ഇതിന്റെ ഒരു ഇത് വരുന്നത്. ഒരാള് മാത്രം പരിപാടിയാ സാറേ. ഇവര് കൂട്ടായ്മയിലും ഇവര് വ്യക്തി ജീവിതത്തിലും ഇവരോട് സംസാരിച്ചാലും നമുക്ക് ഒരു നെഗറ്റീവ് എനർജി അല്ലാതെ ഒരു പോസിറ്റീവ് എനർജി കിട്ടത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോ നല്ല പോസിറ്റീവ് എനർജിയാ. അവിടെ കാണിക്കുന്നത് മൊത്തം നാടകങ്ങളാ. ഇത് മാറി പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന സ്ത്രീയും ശരിയല്ല, നുണ പറയുന്ന സ്ത്രീകളും ഇവന്മാര് നുണ പറയുന്നവരും ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരുമാണ്. പണം പിഴിഞ്ഞെടുക്കുന്നു ഒറ്റയിടത്തിന് പണിയാൻ പോകാൻ കഴിയത്തില്ല, പണം പിഴിഞ്ഞെടുക്കുക. പിന്നെ ഈ എല്ലാവർക്കും ഇവന്മാര് കുത്തിയിരുന്ന് പ്രാപിക്കുന്ന പ്രവചനവരം പ്രാപിക്കുക. എന്തിനാണെന്നറിയോ? പണിയെടുക്കാതെ ജീവിക്കാൻ. കുട്ടമാക്കരി കുത്തിയിരിക്കുന്നവരെ കുത്തി അങ്ങിരിക്കും 41 പറഞ്ഞ്. എന്നിട്ട് എന്ത് ചെയ്യുന്ന ഈ 41 ദിവസവും 18 ദിവസം ആകുമ്പോഴത്തേനും നല്ല വരുമാനം വരുവാ. പാസ്റ്റർ ചുമ്മാ ഇരിക്കുമല്ലേ, പണിയുന്നില്ലല്ലോ, പാസ്റ്റർക്ക് വാടക കൊടുക്കണമല്ലോ, ചർച്ചിന് വാടക കൊടുക്കണമല്ലോ, എന്നാ ഇത് വെച്ചോ പാസ്റ്റർ എന്ന് പറഞ്ഞ ഓരോരുത്തർ കൊണ്ട് കാശ് കൊടുക്കും, ഇടിയരി കൊടുക്കും, അത് കൊടുക്കും. ഇതെല്ലാം തിന്ന് അവനങ്ങ് കൊടുത്ത് കണക്ക് പറഞ്ഞ കാശ് ചോദിക്കുന്നത്. എങ്ങനെയല്ല എല്ലാത്തിലും ഓഹരി കൊടുക്കണമെന്നാ പറയുന്നത്, എല്ലാത്തിലും ഓഹരി കൊടുക്കുന്നു. ഇപ്പൊ എന്നാന്നറിയോ, ഇപ്പൊ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലുള്ളവന്മാരാ പാസ്റ്റർമാര് കൂടുതൽ. ഞാൻ ആരെയും മതം പറയുന്നതല്ല, കാരണം അവർക്ക് മനസ്സിലായി ഈ കർത്താവിനെ വിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ്, പണം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് സുവിശേഷം വളച്ച് ഓടിച്ച് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചു. ഞാൻ തന്നെ ഇരുന്ന് ബൈബിൾ വായിച്ച് പഠിച്ച ഒരു വ്യക്തിയാ. പക്ഷെ എനിക്കിപ്പോ പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവന്മാര് ഓരോ പോസിറ്റീവ് പറയുക, ഇവന്മാര് ചാടിക്കുക, എന്നിട്ട് ചാടിച്ച് ഇവന്മാര് വലിയ പുള്ളിയാകുക, പെണ്ണുങ്ങളെല്ലാം വിട്ട് ചാടിക്കുന്ന പറഞ്ഞ ഇവന്മാര് ഒരാള് ചാടുന്ന കണ്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാരും ചാടും. ഭൂതമാണ് ഇവന്മാർക്ക് മെയിൻ, പിശാച. പെണ്ണുങ്ങളിൽ ഇവർക്ക് ഹീറോയിസ് ആവുക. ഞാൻ സാറിനോട് പറയാം, സാർ ഫേസ്ബുക്കിൽ കണ്ടുപിടിച്ചോ ഷിബു പിന്മഴ. ഞാൻ അവന്റെ സുവിശേഷം കേട്ടതാ, ഷിബു പിന്മഴ. ഞാൻ ആ ഫേസ്ബുക്കിൽ ചോദിച്ചു, പിന്മഴ നിന്റെ തന്തയുടെ പേരാണ്, സോറി കേട്ടോ സാറേ, ഞാൻ ഇപ്പൊ മടുത്തിട്ട് ഞാൻ ചോദിച്ചതാ. ഇവന്റെ ഉള്ള പേര് പറഞ്ഞ പോരെ സാറേ? എന്റെ അപ്പന്റെ പേര് ജോൺ എന്നാ, എന്റെ അപ്പന്റെ പേര് ഞാൻ അറിയപ്പെട്ട പോരെ? എനിക്ക് പിന്മഴയെന്ന് മുൻമഴയെന്ന് പറയുന്നത് അത് അവന്റെ നമ്പറാന്ന് സാർ ആദ്യം മനസ്സിലാക്കണം. കാരണം ഇവൻ വരുമ്പോ അവിടെ പിന്മഴ, അന്ന് ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പിന്മഴ പെയ്യുമെന്നാണ് അവന് ബിസിനസ് അല്ലേ സാറേ അവൻ കാണിക്കുന്നത്. ഇത് കാണാനുള്ള മണ്ടന്മാരായിട്ടുള്ള കുറെ ജനങ്ങളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. ഷിബു പിന്മഴ. പക്ഷെ ഞാൻ കണ്ടിട്ട് ഞാൻ ചോദിക്കുകയാണ്, അത് ശരിയാണോ? ഇവന്മാരെ ഐഡന്റിറ്റി മാറുക, മോഹൻലാലിനേക്കാളും പ്രസിദ്ധരാകുക. ഇവന്മാർക്ക് സ്റ്റേജിലേക്ക് കയറി പോകുമ്പോ ഉണ്ടല്ലോ, ഇവന്മാര് ബൈബിള് കൈ പിടിച്ചോണ്ട് പോകാൻ ആളെ നിർത്തി വെക്കുക. എന്നിട്ട് ഇവൻ തന്നെ കയറി പോകത്തില്ല, ഇവന്റെ പുറകില് ഇവന്റെ ബൈബിള്, പിന്നെ ഇവന്റെ കോണമെല്ലാം ചുവന്നോണ്ട് പാർട്ടികൾ പുറകെ പോവാ. സ്റ്റേജിൽ പോകുമ്പോ അത്ര ഫേമസ് ആയി ഇവൻ. സ്റ്റേജിൽ കയറി പോകുമ്പോ ആയിട്ട് പിന്നെ കുറച്ച് അവന്മാര് ഇങ്ങനെ സ്റ്റേജിൽ തിരിച്ച് പെണ്ണുങ്ങളുടെ വയലോട്ട് നോക്കി എത്തിയത്. അവന്മാര് പ്രമുഖന്മാര്, പുരോഹിതന്മാര്, മഹാപുരോഹിതന്മാര്. 6 കല്യാണം കഴിച്ചവനാണേ, 2 കല്യാണം കഴിച്ചവനാണേ, ഇപ്പൊ മിനിമം 3 എങ്കിലും കെട്ടിയിട്ടുണ്ട്. അത്ര യോഗ്യത ഇവനുള്ളൂ. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു പാന്റ് എടുത്തിട്ട്, പാന്റാണ് ഇവന്റെ ക്വാളിഫിക്കേഷൻ, പാന്റ് എടുത്തിട്ട് അവൻ അപ്പോളെ പാസ്റ്റ് ആവുക സാറേ. പാന്റാണ് ഇവന്റെ ക്വാളിഫിക്കേഷൻ, പാന്റും ഷർട്ടുമാണ്. പിന്നെ സ്ത്രീകളെ അപമാനിക്കുക, സ്ത്രീകളെ ഈ കുറുമാരി പെണ്ണുങ്ങളെ അങ്ങ് പരസ്യകോലമാക്കിക്കളെ, കമ്മല് പറിപ്പിക്കും, മാല പറിപ്പിക്കും, എല്ലാം പറിപ്പിച്ച് സഹോദരി കുറച്ച് അടങ്ങി ഒതുങ്ങി മിണ്ടാതെ തലയിലും തുണിയിട്ട് ഇവൻ പറയുന്നതും കേട്ട് അങ്ങ് ഇരുന്നോണം. പിന്നെ വീടുകൾ കയറാനും മറ്റെല്ലാ തരങ്ങളിലും സ്ത്രീകളെ ഇവർ ഉപയോഗിക്കും. അല്ല, ഇതിനകത്ത് ഫ്രോഡുകളുണ്ട് സാറേ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ എന്റെ കുടുംബമായിട്ട് പോയിട്ട്, ഞാൻ നല്ല വെള്ളം കളിച്ച് പറയുന്നതല്ല, ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് എന്റെ കുടുംബം ഉണ്ടായിരുന്നു. ഞാൻ പോകുമ്പോ എന്റെ 2 കുഞ്ഞു മക്കളും കെട്ടിയവനുമായിട്ടാണ് പോയിട്ടുള്ളത്. ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്.
ഉണ്ട്, ഇഷ്ടംപോലെ ഫ്രോഡുകളെ കണ്ടിട്ടുമുണ്ട്, കണ്ടിട്ട് കാണാതെ ഇരുന്നിട്ടുമുണ്ട്, ഇഷ്ടംപോലെ അപഖ്യാതി കേട്ടിട്ടുമുണ്ട്. ഇതെല്ലാം കരഞ്ഞ് ദൈവം ഇതെല്ലാം കാണുന്നുണ്ടെന്ന് ഇതിനകത്ത് ചെല്ലുമ്പോ ഒരു സുഖം എന്താ? അതായത് ഇതിനകത്ത് ഈ ഒച്ചയടി അടിയും കയ്യടിയും ബഹളവും പാട്ടും ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തോ ഒരു ആവേശം. നമ്മൾ നിഷ്കളങ്കതയെ ദൈവത്തെ ആരാധിക്കും. ഞാൻ സാറിനോട് പറഞ്ഞതൊക്കെയും നിഷ്കളങ്ക. അതിന്റെ അകത്ത് 1-2 അശ്ലീല വാക്കുകൾ ഉണ്ടായിരുന്നു, സോറി. പക്ഷെ അത് എന്റെ വിഷമം ഞാൻ പ്രകടിപ്പിച്ചതാ. എങ്കിലും ഞാൻ നിഷ്കളങ്കതയിലാണ് സാറിനോട് സംസാരിച്ചത്. ഇതുപോലാണ് ഞാൻ ദൈവത്തെ സ്നേഹിച്ചത്. ഞാൻ സാറിനോട് വളരെ സങ്കടത്തോടെ പറയാണ്, ഒരു കുടുംബത്തെ തേച്ചുവാരി അപമാനിച്ചു കളയാൻ വാസ്തവന്മാരായി ബന്ധക്കോസുകാരൻ. ഇവന്മാർക്ക് ഫേമസ് ആകാൻ വേണ്ടി ഇവന്മാർ എന്തും ചെയ്യും. ഇവന്മാർ വേറെ പണിയൊന്നുമില്ലല്ലോ. 3 ദിവസം പ്രാർത്ഥന, 4 ദിവസം പ്രാർത്ഥന, 5 ദിവസം പ്രാർത്ഥന. അതിനകത്ത് ഒരു പണക്കാരൻ വരും, ക്യാൻസർ ഉള്ള ഒരാൾ വരും, അന്ന് കുടുങ്ങും. അവനെ സൈസാക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആവട്ടോ, ജോസച്ചായൻ വന്നിട്ടുണ്ട്. ജോസച്ചായൻ 2 വാക്ക് സംസാരിക്കും. ജോസച്ചായന് അവസരം കൊടുക്കും. ജോസച്ചായൻ ഒന്നും അറിയത്തില്ല, കുറച്ച് പണമുണ്ട്. പിന്നെ ജോസച്ചായനെ കൊണ്ടു നടക്കും. ഇവൻ ടൗണിലേക്ക് പോകുമ്പോഴും എല്ലാം ജോസച്ചായനെ കൊണ്ടു നടക്കും. അച്ചായന്റെ വലിയ കാറിലാണ് പിന്നെ ഇവൻ നടപ്പ്. പിന്നെ അച്ചായന് പരിചയപ്പെട്ട കുറെ പണക്കാർ ആ വഴി കിട്ടും. പിന്നെ അച്ചായനുമായിട്ട് നടന്ന് ഇവൻ ഒരു അച്ചായനെ ഊറ്റി അച്ചായനെ കുത്തുപാളി എടുത്തു കഴിയുമ്പോ അച്ചായന് മതിയായി, അച്ചായൻ തിരിച്ചു പോകും. അപ്പൊ തന്നെ ഇവൻ ഒരു വരുവായിട്ടുണ്ട്. അപ്പൊ ഒരു 10, 400, 300 പണക്കാരെ അവന്റെ കൈ കിട്ടിയിട്ടുമുണ്ട്. ഇവന് ആളുകളെ കൂട്ടുന്നതിനാണ് ഞാൻ ചോദിക്കുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കാനാണെങ്കിൽ ഇവൻ എന്തിനാ അണ്ടറിൽ വെച്ചോണ്ടിരിക്കുന്നു? വിശ്വാസി സുവിശേഷം പറഞ്ഞു പോയാൽ പോരെ? അവന്റെ ദശാംശം മേടിച്ച് അവനെ കുഞ്ഞാടാക്കി ഇവന്റെ അണ്ടറിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവന് പണിയെടുക്കാതെ ജീവിക്കാൻ സൈസാക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം സാറിനോട്. ഇവന്മാര് ഈ കൺവെൻഷനുകളൊക്കെ നടത്തി ഇതുപോലെ കാശുണ്ടാക്കുന്നുണ്ട്. കൺവെൻഷൻ വെക്കുമ്പോഴാണെങ്കിലും ഈ പ്രസംഗിക്കാൻ നടക്കുന്നവന്മാര്, പ്രസംഗിക്കാൻ നല്ല വാക്കുചാതുര്യമുള്ളവര് നല്ല മുമ്പി നിർത്തിയിട്ട് അവന്മാര് പരിപാടി നടത്തുന്നത്. ഇവന്മാര് തന്നെയാ കേൾക്കാൻ വരുന്നത്. ഇത് പുറത്തുനിന്ന് സുവിശേഷം ജാതികളോടല്ല സാറേ പറയേണ്ടത്. ഇത് ഇവന്മാര് തന്നെയാ കൂടുന്നത്. ഇവന്മാര് തന്നെ ഇരുന്ന് കൂടുന്നത് ജാതികളോട്. ഇവന്മാര് തന്നെ ഇരുന്ന് കുടിക്കേണ്ട കാര്യം. ഇവന്മാര് സംസാരം ഇവന്മാര് ഭയങ്കര എന്ന് വെച്ചാൽ ഇവന്മാര് ഒന്നാമത്തെ കാര്യം ഇവന്മാര് ഗെറ്റപ്പിൽ വരും. ഭയങ്കര ഗെറ്റപ്പിൽ വരും. ഒരു പ്രസിദ്ധൻ വരുന്നു എന്ന അതിനു മുമ്പേ ശിങ്കിടികളെ അറിയിക്കും, നാളെ ഒരു പ്രസിദ്ധൻ. ഇവൻ വെറും കോടാലിയാ. ഇവൻ പുറമേ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇവന്റെ മനസ്സ് വെറും കോടാലിയാ. ആയിട്ട് ഈ പ്രസിദ്ധനെ അങ്ങ് പ്രസിദ്ധിപ്പെടുത്തി നോട്ടീസൊക്കെ അച്ചടിച്ച് അതിന്റെ കൂട്ടത്തിൽ 1-2 പ്രസിദ്ധന്മാരുടെ ഫോട്ടോയും വെച്ച് ഒരു കോർഡിനേറ്റർ, നല്ലൊരു പണക്കാരൻ കോർഡിനേറ്ററുമായി. കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. എന്നിട്ട് ഇവൻ പാവപ്പെട്ട പെണ്ണുങ്ങളെ ഇതിന് ട്രാക്ട് കൊടുക്കാനൊക്കെ ഉപയോഗിക്കും. ട്രാക്ട് കൊടുക്കാനൊക്കെ പാവപ്പെട്ട പെണ്ണുങ്ങളെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രോഗമുണ്ടോ, അങ്ങോട്ട് കടന്നു വരൂ, യേശുവിന്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഡ്വർടൈസ്മെന്റ് ഒക്കെ നടത്തി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതിന്റെ പിന്നിൽ ഭയങ്കര പ്രവർത്തനം. ഇവന്മാർക്ക് സ്തോത്രക്കാഴ്ചയാണ് മെയിന്. അത് മേടിക്കുന്നതിന് മുമ്പ് ഇവൻ പറയും, നിങ്ങളുടെ കരത്തിലുള്ളതിൽ ഏറ്റവും നല്ലതൊന്നും നിങ്ങൾ മാറ്റി വെക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഇവന് തിന്നാൻ വേണ്ടിയിട്ടാ. ഇവൻ ഇങ്ങനെയും കൂടെ പറയും, പച്ചവെള്ളം കൊടുത്താൽ പോലും ദൈവനാമത്തിൽ അമർത്തി കുലുക്കി നിനക്ക് തരും, തിരിച്ചു തരും. അപ്പൊ ഏറ്റവും നല്ല 2000 നോട്ടാണേ. അത് ചിലപ്പോ വേണേൽ കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ വെച്ചേക്കുമായിരിക്കും. ഇതൊക്കെ ഏറ്റവും നല്ലത് കൊടുക്കുമ്പോ അമർത്തി കുലുക്കിന് തലമുറയ്ക്ക് തരും എന്ന് പറയുമ്പോൾ നമ്മളെന്നെ ഇത് കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ വെച്ചതാ പേഴ്സിലേ, അത് പതുക്കെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഇടും. ചിലപ്പോ ആ ഒരു നോട്ട് കുറെ നാൾ കൂടി കണ്ടതായിരിക്കും. എഴുന്നേരത്തിന് അങ്ങ് കൊടുക്കുക. ദൈവനാമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതങ്ങ് കൊടുക്കുവാണ്. ഇവൻ എന്നിട്ട് തന്നെ ഇവൻ ഒരു പാവങ്ങളെ സഹായിക്കത്തില്ല സാറേ. ഇവന്മാർ ഒരു ഒറ്റ പാവങ്ങൾ. അതിന് ഇവന്മാര് വ്യക്തികളാണ് സാറേ, ഇവന്മാര് ഗ്രൂപ്പല്ല. ഞാൻ പണ്ട് ഈ സാറിനെ വിളിക്കുന്നതിന് മുമ്പ് പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുന്നു, എന്തുകൊണ്ട് എല്ലാവർക്കും ഒരു തലവനായിട്ട് നിന്നോണ്ട് പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചുകൂടാണ്. അത് അന്നേരം ഓരോരുത്തരുടെ വയറ്റിപ്പിഴപ്പാ. അതുകൊണ്ട് ആരും പല രീതിയിൽ നിൽക്കും. ഞാൻ വലിയ വമ്പന്മാരുടെ സഭയിൽ പോയി. എനിക്കിങ്ങനെ വമ്പന്മാരുടെ സഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക ബൈഗ്രൂട്ടിന്നൊക്കെ വന്ന് നമുക്ക് നാളെ പോയി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളാരും കളിയാക്കത്തില്ല, എന്നാ നമ്മളെപ്പോലെ ഡീസന്റ് ആയിട്ട് പോയി നിൽക്കാം. ഞാൻ വലിയ പാവപ്പെട്ടുള്ള കേട്ടോ, എന്നാലും വലിയ ഇച്ചിരി ഡീസന്റ് ഉള്ളവരുടെ കൂടെ ഒക്കെ നിൽക്കാം, അപ്പൊ നാണം കെടാതെ നിൽക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് അവിടെ ചെന്നപ്പം അവന്മാരുടെ കളിയും ഞാൻ കണ്ടു. അവന്മാരുടെ കളി ഇതിലും വലിയ കളിയാ. മൂവാറ്റുപുഴ വലിയ കളിയാ. ഫോറിൻകാരെ മാത്രം കയറ്റിക്കൊണ്ട്, ബാക്കി ഒറ്റെണ്ണത്തിന് അലോളി ചെയ്യത്തില്ല. ഫോറിൻകാരെ മാത്രം കയറ്റിക്കൊണ്ട് ഇംഗ്ലീഷ് ആരാധന, മലയാള ആരാധന. അവന്മാരും കാണിക്കുന്ന ഇത് തന്നെ. എല്ലാം തരികടയാ സാറേ. ഒറ്റ എണ്ണം നല്ലതില്ല. ഒരു ഒറ്റ പാവപ്പെട്ടവനെ കണ്ട ഇവൻ തിരിച്ചറിയത്തില്ല. ഇവന്മാരുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ വെറും ഭയങ്കര അഹങ്കാരികളാ. ഇവളൊക്കെ തിന്നുന്നുണ്ടല്ലോ. ഈ പാർപ്പണിക്ക് പോകുന്നവൻ 100 രൂപ വേർത്ത് കൊണ്ടിരുന്ന 100 രൂപയാണ് ഞായറാഴ്ച
കൊണ്ടു തരുന്ന അത് തിന്നോണ്ട് ജീവിക്കുന്ന ഈ അമ്മമാർ വിചാരിക്കല. അവന്മാർക്ക് അവിടെ ഒക്കെ കുന്തളിപ്പ് കാണണം. ഒറ്റയെണ്ണം കൊള്ളാന്നില്ല സാറേ, പക്ക ഫ്രോഡാ. എനിക്ക് ഇത്ര പറയാനേ പറ്റത്തുള്ളൂ. ഇത് സാറ് വീഡിയോ ഇട്ടാലും ഇത് പ്രസിദ്ധിപ്പെട്ടാലും ഇത് 100 പേര് ഗുണപ്പെട്ടോട്ടെ എന്ന് ഓർക്ക് പറയാം സാറേ. സാറ് തൊടുപുഴയെ കുറിച്ച് അറിയണം. തൊടുപുഴയാണ് ഏറ്റവും വലിയ കേന്ദ്രം. വിശ്വാസ തട്ടിപ്പിന്റെ കേന്ദ്രം മൊത്തം തൊടുപുഴയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.